ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ മൃഗങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് നാം ഇപ്പോൾ പഠന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ മൃഗത്തെക്കുറിച്ചുള്ള ആ വിചിന്തനങ്ങൾ നമ്മൾ നടത്തി. തുടർന്ന് രണ്ടാമത്തെ മൃഗത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കടന്നു. വെളിപാടിലെ 12, 13 അധ്യായങ്ങളിലെ ആശയങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. തിന്മയുടെ ആ ത്രിമൂർത്തികളെയാണ് ഈ 12, 13 അധ്യായങ്ങളിൽ അവതരിപ്പിക്കുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ ആകാശത്ത് കാണുന്ന ആ സർപ്പത്തിൻ്റെ ഒരു പ്രതീകം, അപ്പോൾ അത് പിന്നീട് താഴേക്ക് നിപതിക്കുന്നതും പിന്നെ അത് സ്ത്രീയുടെ സന്താനങ്ങളെ ആക്രമിക്കുവാനായിട്ട് കടൽ തീരത്ത് നിൽക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സർപ്പത്തിൻ്റെ ശക്തി അത് ഇവിടെ പിന്തുടരുന്ന, അല്ലെങ്കിൽ അത് ഈ ഭൂവാസികളുടെ മേൽ അത് ആ ശക്തി കൊണ്ടുവരുന്ന 2 മൃഗങ്ങളെ ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ആദ്യ ഭാഗത്ത് കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ നമ്മൾ കണ്ടു. ഇനി രണ്ടാമത് കരയിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെയാണ് നമ്മൾ കാണുക. അപ്പോൾ ആ ഭാഗം നമുക്കൊന്നുകൂടി ഒന്ന് വായിക്കാം. 13-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ഭൂമിക്കുള്ളിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേതുപോലുള്ള 2 കൊമ്പുകളുണ്ടായിരുന്നു. അത് വ്യാളിയെപ്പോലെ സംസാരിച്ചു. ഇപ്പോൾ കരയിൽ നിന്ന് കയറി വരുന്ന ആ മൃഗം, അപ്പോൾ ആ മൃഗത്തെക്കുറിച്ചുള്ള വിവരണം നമ്മൾ ശ്രദ്ധിക്കുക. അതിന് കുഞ്ഞാടിൻ്റേതുപോലുള്ള 2 കൊമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാടിൻ്റേതുപോലുള്ള അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കുഞ്ഞാടിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ കുഞ്ഞാടിൻ്റേതുപോലെ, അപ്പോൾ അതിന് ലഭിക്കുന്ന ആരാധന പോലെ ഇതും ആ ആരാധനയ്ക്കായിട്ട് ഭൂവാസികളെ പ്രേരിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി കുഞ്ഞാടിൻ്റേതുപോലെ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കുഞ്ഞാടിന് 7 കൊമ്പുകളുള്ളതായിട്ട് 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു. 6-ാമത്തെ വാക്യത്തിൽ കുഞ്ഞാടിന് 7 കൊമ്പുകളുണ്ടായിരുന്നു, പിന്നെ അതിന് 7 കണ്ണുകളും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 കൊമ്പുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ മൃഗത്തിന് വളരെ പരിമിതമായിട്ടുള്ള ശക്തി മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ മൃഗം അത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൻ്റെ ഒരു വിചിന്തനം തുടങ്ങിയിരുന്നു. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ ഈ മൃഗത്തിനെ പറ്റി ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ ഇത് പ്രവിശ്യാസമിതികളായിട്ടോ അല്ലെങ്കിൽ ക്ഷേത്ര പുരോഹിതരായിട്ടോ അതുമല്ലെങ്കിൽ വ്യാജപ്രവാചകരായിട്ടോ ഒക്കെ കാണുന്നുണ്ടെങ്കിലും ഈ മൃഗത്തെ പൊതുവെ നമുക്ക് കാണാവുന്നത് അത് റോമിന് കീഴിൽ നിൽക്കുന്ന പ്രവിശ്യ അധികാരികൾ എന്നതാണ്. അപ്പോൾ റോമിൻ്റെ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്ന അവിടെയുള്ള ആ അധികാരികൾ, അപ്പോൾ ഇത് റോമൻ സാമ്രാജ്യത്തെ സഹായിക്കുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്ന കൂട്ടരാണ്. അപ്പോൾ ഈ പ്രാദേശിക അധികാരികളെയാണ് ഇവിടെ അർത്ഥമാക്കുക. അപ്പോൾ ഇവരാണ് ഈ രാജ ആരാധന ഈ ജനങ്ങളുടെ ഇടയിൽ എല്ലാം അത് അടിച്ചേൽപ്പിക്കുന്നത്, അത് നടപ്പിൽ വരുത്തുന്നത്. അപ്പോൾ ഇത് അന്നുണ്ടായിരുന്ന ഏഷ്യ സമൂഹമോ അല്ലെങ്കിൽ ഏഷ്യ സമൂഹത്തിലുള്ള അധികാരികളോ ഒക്കെ ആകാം. ഇനി ഇതിനെക്കുറിച്ച് പറയുന്ന അടുത്തൊരു വിശേഷണം, അത് വ്യാളിയെപ്പോലെ സംസാരിച്ചു. ഇപ്പോൾ വ്യാളിയെപ്പോലെ സംസാരിച്ചെന്ന് പറയുമ്പോൾ തന്നെ ഇതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഈ വ്യാളി നാം കാണുന്നുണ്ട് 12-ാമത്തെ അധ്യായത്തിൽ. അത് തിന്മയുടെ ഒരു മൂർത്തി രൂപമാണ്. അപ്പോൾ ആത്യന്തികമായിട്ടുള്ള തിന്മയുടെ ശക്തി. അപ്പോൾ വ്യാളിയെപ്പോലെ എന്ന് പറയുമ്പോൾ തന്നെ അത് ആ തിന്മയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇനി വ്യാളിയെപ്പോലെ എന്ന് പറയുമ്പോൾ വ്യാളി അത്
നുണയുടെയും വഞ്ചനയുടെയും ഒക്കെ രൂപമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ സർപ്പത്തെ കാണുന്നില്ലേ, ആദ്യ മാതാപിതാക്കന്മാരെ വഞ്ചിച്ച ആ സർപ്പം. അപ്പോൾ അത് വഞ്ചനയുടെ രൂപമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വ്യാജ പ്രവാചകൻ എന്നും പിന്നീട് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. വെളിപാട് 16-ാം അധ്യായത്തിൽ 19-ാം അധ്യായത്തിൽ ഒക്കെ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സുവിശേഷങ്ങളിൽ ഇത് ആടുകളുടെ വേഷമണിഞ്ഞ ചെന്നായ്ക്കളെ പോലെയും ഇതിനെയൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ആ നന്മയുടെ രൂപം ധരിച്ച് കടന്നു വരുന്ന തിന്മയുടെ ശക്തികളാണ്. അപ്പോൾ ഇത് സാത്താൻ്റെ ഇടനിലക്കാരായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്ന ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആ തിന്മയുടെ ശക്തികൾ. അപ്പം അതുകൊണ്ട് തന്നെ പലരും ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആ തിന്മയുടെ വഴികളിലേക്ക് നമ്മൾ വഴിതെറ്റി പോകാറുണ്ട്, ചതിക്കുഴികളിലേക്കെല്ലാം നിബന്ധിക്കാറുണ്ട്. ഇപ്പോൾ തിന്മയുടെ ശക്തികൾ മാനുഷിക സംവിധാനങ്ങളിൽ കയറിക്കൂടുന്നത് ഇത് അർത്ഥമാക്കുന്നു. ഇത് നമ്മൾ 11-ാം അധ്യായത്തിൽ കണ്ട 2 സാക്ഷികൾക്ക് വിരുദ്ധമാണ്. അവിടെ 2 സാക്ഷികൾ യഥാർത്ഥ ആരാധനയിലേക്ക്, ദൈവത്തിലേക്ക് ആളുകളെ തിരിക്കുവാനായിട്ട് നോക്കുന്നു. പക്ഷേ ഇവർ ഈ രണ്ടാമത്തെ മൃഗം പ്രതിനിധാനം ചെയ്യുന്ന ആ കൂട്ടർ, ആ ശക്തി, അത് ജനങ്ങളെല്ലാം വ്യാജ ആരാധനയിലേക്ക് നയിക്കുന്ന നമ്മൾ കാണുന്നു. ഇനി അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. 12-ാമത്തെ വാക്യം. അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുന്നിൽ പ്രയോഗിച്ചു. മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും അതിലെ നിവാസികളെയും ഇടയാക്കുന്നു. അപ്പോൾ ആദ്യത്തെ മൃഗത്തിൻ്റെ അധികാരമൊക്കെ ഇതിന് ഉണ്ട്. അപ്പോൾ തിന്മയുടെ ശക്തിക്ക് സമൂഹത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുവാനാണ് ഈ മൃഗം ശ്രമിക്കുക. അപ്പോൾ രാജ ആരാധന സമൂഹത്തിലെല്ലാം അത് നടപ്പിൽ വരുത്തിയത് അത് ഈ കൂട്ടരാണ്. അപ്പോൾ അത് പ്രതിനിധീകരിക്കുന്ന ഭരണ സംവിധാനത്തെയാണ് ഈ രണ്ടാമത്തെ മൃഗം സൂചിപ്പിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ചക്രവർത്തി ആരാധനയെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് അന്നുണ്ടായിരുന്ന ജനങ്ങളെയെല്ലാം നിർബന്ധിച്ചിരുന്നു. ഇനി ഈ ആരാധന അതെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്, അതെല്ലാം അതിൻ്റെ എല്ലാം മുന്നിൽ നിന്നിരുന്ന് ആ സമൂഹത്തിലുണ്ടായിരുന്ന വലിയ കുടുംബങ്ങളുള്ളവർ ഉന്നത കുലജാതരായിരുന്നു, അതുപോലെ തന്നെ പ്രഭുക്കളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരാധനയിൽ, ഈ ചടങ്ങുകളിൽ പങ്കുചേരുക അതൊരു വലിയ അംഗീകാരമായിട്ട് സാധാരണക്കാരും കരുതിയിരുന്നു. അപ്പോൾ അത് തന്നെ വലിയൊരു ചതിക്കുഴിയായിരുന്നു. അപ്പോൾ വലിയ സമൂഹത്തിലെ പ്രമാണിമാരൊക്കെ നേതൃത്വം നൽകിയ ഈ ആരാധനയിൽ പങ്കുചേരാനായിട്ട് ജനം മുഴുവൻ ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആ ചതിക്കുഴികൾ ശ്രദ്ധിക്കണം എന്ന് ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. ഇനി ഇതിനെ ആരാധിക്കുവാനായിട്ട് ഇടയാക്കിയെന്ന് പറയുമ്പോൾ, ഈ സർപ്പത്തെ ആരാധിക്കുവാനായിട്ട് ഇടയാക്കിയാൽ നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ ഈ ശക്തികളെല്ലാം ആത്യന്തിക ശക്തിയായിട്ട് ഇത് അവതരിപ്പിക്കുന്നു. ഇനി ആരാധന സമൂഹത്തിന് മുന്നിൽ, വിശ്വാസികളുടെ മുന്നിൽ ആരാണ് ആത്യന്തികമായിട്ടുള്ള ആ ശക്തി? അത് ദൈവവും കുഞ്ഞാടും ആണ്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ മൃഗം അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഇനി മുറിവ് സുഖമാക്കപ്പെട്ട എന്ന ആ ഒരു പ്രയോഗം, അത് മിക്കവാറും അന്നുണ്ടായിരുന്ന നീറോ ചക്രവർത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രയോഗമാണ്. അപ്പോൾ നീറോ ചക്രവർത്തി ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ പറയപ്പെടുക. അപ്പോൾ ചക്രവർത്തി വീണ്ടും അത് ജീവിച്ച് പാർത്തിയൻ സൈന്യത്തിൻ്റെ കൂടെ ആക്രമിക്കുവാനായിട്ട് വരും എന്നുള്ള ഒരു ഐതിഹ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലം, അപ്പോൾ അതും ചക്രവർത്തി ആരാധനയുടെ ഒരു സൂചന തന്നെയാണ്. ഇനി ഇവിടെ മുറിവ് സുഖമാക്കപ്പെട്ട എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഒരു പാരഡി എന്താണ്? നമുക്കറിയാം, കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവിന് പാരഡിയായിട്ടാണ് ഈ രൂപം ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യഥാർത്ഥ ജീവൻ കൊണ്ടുവരുമ്പോൾ ഈ മരിച്ചു എന്നിട്ടും ജീവിക്കുന്ന ഈ നീറോ ചക്രവർത്തി കൊണ്ടുവരുന്നത് ജീവനല്ല, അത് യുദ്ധവും മരണവും ഒക്കെയാണ്. അപ്പോൾ ക്രിസ്തു കൊണ്ടുവരുന്ന ദൈവരാജ്യമല്ല ഈ മൃഗവും അതിൻ്റെ കൂടെ നിൽക്കുന്ന ശക്തികളും കൊണ്ടുവരുന്നത് എന്ന് ആരാധന സമൂഹം ഇവിടെ തിരിച്ചറിയുന്നു.
അപ്പോൾ ഇവിടെ ആരാധന സമൂഹം ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ഈ ചക്രവർത്തി ആരാധന അത് ദൈവികമാണ് എന്നിവരൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ പൈശാചിക ശക്തികളെ ആരാധിക്കുന്നതാണ് എന്നതാണ് ഇവിടെ അത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വ്യാളിയെപ്പോലെ സംസാരിച്ചു, പിന്നെ മൃഗത്തിൻ്റെ അതിനെ ആരാധിക്കുവാനായിട്ട് ഇത് നിർബന്ധിക്കുന്നു എന്നൊക്കെ ഇവിടെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ഇനി 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അഗ്നി ഇറക്കുക പോലും ചെയ്ത് മനുഷ്യരുടെ മുമ്പാകെ അത് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ആരാധന, വ്യാജ ആരാധന പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഇവർ വലിയ അത്ഭുതങ്ങൾ പോലും ഇവർ കാണിക്കുന്നു. അപ്പോൾ അതുവഴിയായിട്ട് ആളുകളെ വഴിതെറ്റിക്കുന്നു. ഇവിടെ അഗ്നി ഇറക്കുക എന്നുള്ള ആ ഒരു ചിത്രം നമുക്കറിയാം, അത് പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. പഴയ നിയമത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം ഏലിയയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ഇവിടെ 38-ാമത്തെ വാക്യം, അപ്പോൾ ഏലിയ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വ്യാജ പ്രവാചകർക്കെതിരായിട്ട് അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധന വസ്തുക്കളുടെ മേൽ അഗ്നി ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് സാഷ്ടാംഗം വീണ് ജനം വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. അപ്പോൾ ഇവിടെ യഥാർത്ഥ ദൈവം ആരെന്ന് കാണിക്കുവാനായിട്ട് ഏലിയ ചെയ്യുന്ന ഒരു അത്ഭുതം. അപ്പോൾ അതിന് ഒരു പാരഡി എന്ന പോലെ ഇവരും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകളെ വഴിതെറ്റിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ അത് യഥാർത്ഥ ദൈവത്തിലേക്ക് ആളുകളെ നയിക്കുവാനായിട്ടാണ് അത്ഭുതം പ്രവർത്തിക്കുന്നതെങ്കിൽ ഇവിടെ ആളുകളെ വഴിതെറ്റിക്കുവാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വ്യാജപ്രവാചകരെ നമ്മൾ സൂക്ഷിക്കുക എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ അർത്ഥമാക്കുക. അപ്പോൾ അവർ ചിലപ്പോഴൊക്കെ സാധാരണ ജനങ്ങളൊക്കെ വഴിതെറ്റിക്കുവാനായിട്ട് വലിയ അത്ഭുത കൃത്യങ്ങളൊക്കെ പ്രവർത്തിക്കും. പക്ഷേ അതൊന്നും അല്ല യാഥാർത്ഥ്യം. കുഞ്ഞാടിൻ്റെ വഴി ഇവരുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയുക. ഇപ്പോൾ ഇവരെക്കുറിച്ച് നമ്മൾ വഴിതെറ്റിക്കുന്ന വ്യാജപ്രവാചകരെക്കുറിച്ച് നമ്മൾ പുതിയ നിയമത്തെ സുവിശേഷങ്ങളിലൊക്കെ കാണുന്നുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, അല്ലെ മത്തായി 24 അപ്പോൾ വഴിതെറ്റിക്കുവാനായിട്ട് കടന്നു വരുന്ന വ്യാജ പ്രവാചകർ. അപ്പോൾ ഇവർക്കെതിരെ എന്നും നാം ജാഗ്രത പുലർത്തണം എന്നിവിടെ പറയുന്നു. ഇനി വ്യാജപ്രവാചകരെന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക, അത് പുറമേ നിന്ന് വരുന്നവർ മാത്രമായിരിക്കുകയില്ല. ചിലപ്പോൾ ഈ വ്യാജപ്രവാചകർ ഉള്ളിൽ നിന്ന് വരുന്നവരൊക്കെ ആയിരിക്കാം. അപ്പോൾ ആരാണ് ഈ വ്യാജപ്രവാചകർ? അത് പലപ്പോഴും നമ്മെ ഒത്തുതീർപ്പുകൾക്ക് നിർബന്ധിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഒക്കെ എടുക്കേണ്ട ആ മൂല്യങ്ങളിൽ വെള്ളം ചേർക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നവരാണ്. അപ്പോൾ അവരാണ് വ്യാജ നേതാക്കൾ. അപ്പോൾ സമൂഹത്തിൽ ഇവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആ മൂല്യങ്ങൾ അതിനെതിരെ നാം വളരെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. യേശുവിനെ, കുഞ്ഞാടിനെയാണ് നാം പിൻചെല്ലുന്നതെങ്കിൽ ആ മൂല്യങ്ങളോട് വിശ്വസ്ത പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി 14-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിക്കുന്നു. വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കാൻ അത് ഭൂവാസികളോട് പറയുന്നു. നേരത്തെ കണ്ട അതേ ആശയങ്ങൾ തന്നെ വീണ്ടും വ്യത്യസ്തമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ആദ്യ മൃഗത്തിൻ്റെ കീഴിലാണ് ഇതിൻ്റെ സ്ഥാനം. അതായത് തിന്മയുടെ ശക്തികളാണ് ഭൗമിക സംവിധാനങ്ങളിൽ സന്നിഹിതമായിരിക്കുന്നത്. ഈ ഭൂവാസികൾ ഈ പൈശാചിക ശക്തികൾക്കാണ് അടിപ്പെടുന്നത്. അപ്പോൾ ഈ പൈശാചിക ശക്തികൾ എന്താണ് ചെയ്യുന്നത്? ഭൂവാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിൽ ഭൂവാസികൾ എന്ന് പറയുമ്പോൾ അത് ഭൗമിക ശക്തികളെ പിൻചെല്ലുന്നവർ, തിന്മയുടെ ശക്തികളെ പിൻചെല്ലുന്നവർ. അപ്പോൾ ദൈവജനത്തിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ളവരാണ് ഇവർ. അപ്പോൾ ഇവരെയൊക്കെ ഈ പൈശാചിക ശക്തികൾ എന്താ ചെയ്യുന്നത്? ഇവർ വഴിതെറ്റിക്കുന്നു, ഇവരെ മോഹിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഇവരെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ ഈ സമൂഹത്തിലുള്ള ഇവരുടെ ചുറ്റുമുള്ള സംവിധാനങ്ങളിൽ കാണുന്ന ആ തിന്മയുടെ ആ
കാര്യങ്ങളൊക്കെ കണ്ട് ഇവരൊക്കെ അത്ഭുതപ്പെട്ട്, ഓ ഇതാണല്ലോ വലിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെന്ന് ഇവരൊക്കെ ചിന്തിച്ചു പോകുന്ന വിധത്തിൽ ഇവരെയൊക്കെ അത്ഭുതപ്പെടുത്തുകയും പിന്നെ അത് സ്വന്തമാക്കാനായിട്ട് ഇവരെ മോഹിപ്പിക്കുകയും പിന്നെ ഇവരതിൻ്റെ പിന്നാലെ പോവുകയും വഴിതെറ്റുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ ശക്തികൾ ദൈവജനത്തെ അല്ലെങ്കിൽ ഭൂവാസികളെ എല്ലാം വഴിതെറ്റിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് പറയുന്ന തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയം. അപ്പോൾ അനുവദിക്കപ്പെട്ട സമയം എന്ന് പറയുമ്പോൾ ദൈവം അനുവദിച്ച ആ സമയമെന്ന് മാത്രം എന്നാണ് അർത്ഥമാക്കേണ്ടത്. അതായത് ഇവരുടെ ശക്തി പരിമിതമാണ്, ആത്യന്തിക ശക്തിയല്ല എന്നാണ് ഇത് അർത്ഥമാക്കുക. ഇനി ഈ മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്കറിയാം അത് വീണ്ടും അന്ന് നിലനിന്നിരുന്ന വ്യാജ ആരാധനയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അപ്പോൾ ഏഷ്യ മൈനറിൽ പ്രബലമായിരുന്ന രാജാരാധന, ചക്രവർത്തി ആരാധനയെ അത് സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നെബൂഖദ്നേസർ ഒരു പ്രതിമ ഉണ്ടാക്കി അതിനെ ആരാധിക്കുവാനായിട്ട് എല്ലാവരെയും നിർബന്ധിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു ആരാധന തന്നെയാണ് ഇവിടെ വെളിപാട് ഗ്രന്ഥം എഴുതപ്പെട്ട ആ കാലത്ത് ഏഷ്യാമൈനറിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുഞ്ഞാടിൻ്റെ പ്രതിയോഗിയായ മൃഗത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കുഞ്ഞാടിനെ ആരാധിക്കുന്നതിന് പകരം ഈ മൃഗത്തെ, അതിൻ്റെ പ്രതിമയെ ആരാധിക്കുക. അപ്പോൾ ആരാധന സമൂഹം എപ്പോഴും ജാഗ്രത പുലർത്തണം. ആരെയാണ് അവർ ആരാധിക്കുന്നതെന്ന്, യഥാർത്ഥ ആരാധന എന്താണ് എന്നതാണ് വെളിപാടിലെ മുഖ്യപ്രമേയമെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ദൈവത്തെയാണ്, കുഞ്ഞാടിനെയാണ് നാം ആരാധിക്കേണ്ടത്. ആ കുഞ്ഞാടിൻ്റെ വഴിയാണ് നാം പോകേണ്ടത്. ഈ മൃഗത്തെയല്ല ആരാധിക്കേണ്ടത്, ആ മൃഗത്തിൻ്റെ പിന്നാലെയല്ല, അവർ മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളുടെ പിന്നാലെയല്ല നാം പോകേണ്ടത് എന്നാണ് ഈ അധ്യായത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ആരാധന സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ തിന്മയുടെ സംവിധാനങ്ങൾ, ശക്തികളെല്ലാം സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങളിലൂടെ ഒക്കെയാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ അതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് നമ്മൾ കണ്ട്, ദിവ്യമായിട്ട് കണ്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നു. നമ്മുടെ ജീവിതം തന്നെ അതിനായിട്ട് സമർപ്പിക്കുന്നു. അതാണ് നമ്മൾ പലപ്പോഴും ചുറ്റിലുമൊക്കെ കാണുക. അപ്പോൾ ഈ ഒരു തിന്മയുടെ സ്വാധീനം, നമ്മുടെ ചരിത്രത്തിലുള്ള തിന്മയുടെ സ്വാധീനം, അത് ആ വെളിപാട് എഴുതപ്പെട്ട കാലത്ത് ഉള്ള കാര്യം മാത്രമല്ല, അതെന്നും എക്കാലവും എല്ലാ സമൂഹങ്ങളിലും കാണുന്നതാണ്. അപ്പോൾ തിന്മയുടെ സ്വാധീനം, സാന്നിധ്യം അത് എല്ലാ കാലത്തുമുണ്ട്. അത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ആരാധന സമൂഹത്തിന് മുന്നിൽ ഈ തിന്മയുടെ ശക്തികളെല്ലാം അത് അവതരിപ്പിച്ചുകൊണ്ട് വ്യക്തമായി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ ശക്തികളെ, ഈ തിന്മയുടെ ശക്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ശക്തികളിൽ നിന്നും അകന്നു നിൽക്കുക എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ ക്രൂശിതനായി ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു അടിസ്ഥാനമിട്ട ദൈവരാജ്യത്തിന് വിരുദ്ധമായ തിന്മയുടെ ലോകമാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ തിന്മയുടെ ശക്തികളിൽ നിന്ന് അകന്നു നിൽക്കുവാനായിട്ട് ആരാധന സമൂഹത്തിന് സാധിക്കണം. ഇനി 15-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ഈ മൃഗത്തെക്കുറിച്ച് പറയുന്നു. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം നൽകപ്പെട്ടു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കാനും ആ പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു ഇത്. അപ്പോൾ ഇത് വീണ്ടും അക്കാലത്ത് നടന്നിരുന്ന ചില കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ജീവശ്വാസം പകരുവാനായിട്ട് എന്തായിരിക്കും അത് അർത്ഥമാകുന്നത്? അപ്പോൾ ഈ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാനായിട്ട് അത് ചിലരൊക്കെ പറയുന്നു അന്നൊക്കെ നിലനിന്നിരുന്ന ചില ആഭിചാര പ്രവൃത്തികളെയാണ് സൂചിപ്പിക്കുന്നത്. ചില ഒരു മാജിക് വഴിയായിട്ട് അങ്ങനെയൊക്കെ അത് സംസാരിക്കുന്ന പോലെ അവതരിപ്പിക്കുവാനായിട്ട് അവരൊക്കെ ശ്രമിച്ചിരുന്നു അക്കാലങ്ങളിൽ. അപ്പോൾ അതായിരിക്കാം ഇവിടെ സൂചിപ്പിക്കുക. ഈ മൃഗം ജീവനുള്ളതുപോലെ കാണപ്പെടുന്നു എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുക? അപ്പോൾ അത് പ്രതിനിധീകരിക്കുന്ന ആ സംവിധാനങ്ങൾ അത് ജീവൻ്റെ തുടിപ്പുള്ളതായിട്ട് അനുഭവപ്പെടുന്നു. അതായത് ലൗകിക സുഖഭോഗങ്ങളെല്ലാം ജീവൻ്റെ തുടിപ്പായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാനായിട്ട് ഭൂവാസികൾ പ്രേരിപ്പിക്കപ്പെടുന്നു. ഇനി ഈ രണ്ട് സാക്ഷികളിൽ പ്രവേശിക്കുന്ന അരുവിയെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടിരുന്നു.
അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടെ പറയുന്ന ആ ജീവൻ്റെ തുടിപ്പ്, ജീവശ്വാസം ഈ പ്രതിമയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ ജീവൻ്റെ ആ അരൂപി അത് പ്രതിമയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ പിഞ്ചെല്ലുന്നവരെ അത് അടിമപ്പെടുത്തുന്ന ആണ് നമ്മൾ കാണുക. അപ്പോൾ ഇതിൻ്റെ ആ ശക്തി ആളുകളെ മരണത്തിലേക്ക് തന്നെയാണ് ഇത് നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നത് ഇതിനെ കൊല്ലിക്കാനായിട്ടുള്ള അധികാരം ഉണ്ട്. അതായത് രാജാരാധനയിൽ പങ്കുചേരാത്തവർ അവർ വധിക്കപ്പെട്ടു എന്ന് തന്നെയാകാം ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ രാജാരാധനയെ അംഗീകരിക്കാത്തവർ സഹനങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നു പോവുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. അത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന വിവരണം തന്നെയാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 4 മുതലുള്ള വാക്യങ്ങളിലും ഈ വ്യാജ ആരാധനയിൽ പങ്കുചേരാത്തവർ വധിക്കപ്പെടുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മൃഗം അർത്ഥമാക്കുന്ന ആ സംവിധാനങ്ങൾ അത് ക്രിസ്തുവിൻ്റെ ഭരണത്തിന് എതിര് നിൽക്കുന്നതാണ്. അപ്പോൾ ആ സംവിധാനങ്ങളിലേക്ക് ഭൂവാസികളെല്ലാം നയിക്കുന്നത്, വഴിതെറ്റിക്കുന്നത് ആണ് ഇവിടെ വിവരിക്കുക. ഇനി ഈ മൃഗത്തിൻ്റെ പിന്നാലെ, ഈ തിന്മയുടെ ശക്തികളുടെ പിന്നാലെ ലോകം മുഴുവൻ പോകുന്നതാണ് തുടർന്ന് വിവരിക്കുന്നത്. അടുത്ത വാക്യം, 16-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലം കൈയിലോ നെറ്റിയിലോ അടയാളപ്പെടുത്താൻ അത് ഇടയാക്കുന്നു. ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന സമൂഹം ചെറിയവർ, വലിയവർ, അല്ലെങ്കിൽ ധനികർ, ദരിദ്രർ. അപ്പോൾ 2 വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉള്ളവർ, അതായത് വിപരീത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിലുള്ള എല്ലാവരെയും, ലോക ജനതയെ മുഴുവൻ ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ രാജാരാധനയിൽ ഉൾപ്പെട്ടു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആരും ഇതിൽ നിന്ന് ഒഴിവായില്ല. ഈ രാജാരാധനയിൽ പങ്കെടുക്കാത്തവരൊക്കെ തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെട്ടു. അവർ തടവിലേക്ക് അയക്കപ്പെട്ടു. അങ്ങനെ പല ആരാധന സമൂഹത്തിൽപ്പെട്ട പലരും, വിശ്വാസികൾ ഒക്കെ തടവിലാക്കപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ സഭകൾക്കുള്ള കത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇവരെക്കുറിച്ച് പറയുന്നു, ഇവരെ അടയാളപ്പെടുത്തി, ഇവരെ കയ്യിലും നെറ്റിലുമൊക്കെ അടയാളപ്പെടുത്തുകയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? അപ്പോൾ അത് അടയാളപ്പെടുത്തിയെന്ന് വെച്ചാൽ അത് ആ ശക്തിയുടെ ആ ഒരു സ്വാധീനത്തിലാണ് ഇവരെന്ന് കാണിക്കുന്നു. ഇപ്പോൾ നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ നാമം നെറ്റിയിൽ അത് മുദ്രിതമാക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവർ ദൈവത്തിൻ്റേതാണ് എന്ന് സ്ഥാപിക്കുന്നതാണിത്. അതുപോലെ തന്നെ ഇവിടെ ഇവരുടെ നെറ്റിയിൽ, ഇവരുടെ കൈത്തണ്ടയിലൊക്കെ ഇവരെ അടയാളപ്പെടുത്തുമ്പോൾ ഇവർ ആ തിന്മയുടെ ശക്തികളുടെ കൂടെയുള്ളവരാണ് എന്ന് അത് വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ അടയാളങ്ങൾ, മുദ്ര, ഈ സമൂഹം ആരുടെ കൂടെയാണ്, ആരെയാണ് ആരാധിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ യേശുവിനെ ആരാധിക്കുന്നവരുടെ നെറ്റിയിൽ മുദ്രയുള്ളതുപോലെ രാജാരാധനയിൽ പങ്കുചേരുന്നവരുടെ കയ്യിലോ നെറ്റിയിലോ അടയാളമുണ്ട്. അപ്പോൾ ആരെയാണ് ആരാധിക്കുന്നത്? അതാണ് ഇവിടെ ഉയരുന്ന ആ ചോദ്യം. അപ്പോൾ മാഞ്ഞു പോകാത്ത അടയാളം, അത് ആരുടെ കൂടെയാണ് ഇവർ നിൽക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ്. ഇനി ഇവിടെ ആ ഒരു രഹസ്യ നാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മൃഗത്തിൻ്റെ നാമത്തിൻ്റെയോ നാമസംഖ്യയുടെ അടയാളമില്ലാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാനായിട്ടാണ് ഇത് കൊടുക്കുക. അപ്പോൾ ഈ രഹസ്യ നാമം അത് അന്നത്തെ ആ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ചില ചെറിയ സംഘങ്ങൾ, ചെറിയ സെക്റ്റുകൾ, അപ്പോൾ അവരൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ട് അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഈ രഹസ്യനാമത്തെക്കുറിച്ച് പറയുന്നത്. ഇനി ഇത് വഴിയുടെ എന്താ സംഭവിക്കുന്നത്? ഈ കൊടുക്കൽ വാങ്ങൽ അത് അസാധ്യമാക്കുന്നത്, അതായത് ഈ നാമത്തിൻ്റെ സംഖ്യ, അല്ലെങ്കിൽ ഇവരുടെ ആ സംഖ്യ, ഈ മൃഗത്തിൻ്റെ ആ ഒരു നാമം അത് പതിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാകുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ ആ സമൂഹത്തിൽ ഇവർ ഒറ്റപ്പെടുന്നു. അപ്പം മൃഗത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ, അതിൻ്റെ മൂല്യങ്ങളെ പിൻചെല്ലുന്നവർക്ക് മാത്രമേ ആ സമൂഹത്തിൽ നിലനിൽപ്പുള്ളൂ. നാം ഇതിൻ്റെ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തൊഴിൽ സംഘങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ തൊഴിൽ സംഘങ്ങളിൽ പെടാത്തവർക്ക്
അല്ലെങ്കിൽ അതിൻ്റെ ആചാരങ്ങളിൽ പങ്കുചേരാത്തവർക്ക് ആ തൊഴിൽ സംഘങ്ങളിൽ അംഗങ്ങളായിരിക്കും സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് ആ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. പലപ്പോഴും അത് അവരെ ദാരിദ്ര്യത്തിലേക്ക് വലിച്ചിട്ടു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ മൃഗത്തിൻ്റെ കൂടെ നിൽക്കാത്തവർക്ക്, ഈ തിന്മയുടെ ശക്തികളുടെ കൂടെ നിൽക്കാത്തവർക്ക് സമൂഹത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കില്ല എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ചരിത്രത്തിലെ എല്ലാ തലങ്ങളിലും തിന്മയുടെ ശക്തികൾ കടന്നു കയറി ജനത്തെ മുഴുവൻ വരിഞ്ഞു മുറുക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ആദ്യത്തെ മൃഗം മനുഷ്യൻ്റെ ഉള്ളിൽ കയറിക്കൂടി പിടിമുറുക്കുന്ന ആ തിന്മയുടെ ശക്തിയാണ്. രണ്ടാമത്തേതാകട്ടെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ആ സംവിധാനങ്ങളാണ്. അപ്പോൾ തിന്മയുടെ ശക്തികൾ നമ്മെയെല്ലാം വരിഞ്ഞു മുറുക്കി അതിൻ്റെ പിന്നാലെ പോകാനായിട്ട് നമ്മെ നിർബന്ധിക്കുന്നു എന്നാണ് ഈ ചിത്രങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആരാധന സമൂഹം വളരെ ജാഗ്രതയോടെ ഇരുന്ന് തങ്ങളുടെ ചുറ്റുമുള്ള ആ തിന്മയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ കരാളഹസ്തത്തിൽപ്പെടാതെ, അതിൻ്റെ സ്വാധീനത്തിൽപ്പെടാതെ അവർക്ക് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വെളിപാടിലെ സന്ദേശം ഇതാണ്. ഈ തിന്മയുടെ ശക്തികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, അതിനെ ഭയപ്പെടേണ്ടതില്ല. അതിനെല്ലാം എതിർത്ത് കുഞ്ഞാടിൻ്റെ കൂടെ നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.